ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കാളിപ്പാറ എന്ന് പറഞ്ഞ പ്ലേസിലാണ് കേട്ടോ. ഇപ്പം ബാക്കിൽ നിങ്ങൾക്ക് നെയ്യാർ ഡാമിൻ്റെ ആ ഒരു വ്യൂ കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇവിടെ നിന്നുള്ള. അപ്പോൾ ഇപ്പം നമ്മൾ കാളിപ്പാറയിൽ നമ്മൾ ശ്രീ ലോകാംബിക ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്തായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ നമുക്ക് എത്താൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ കാളിപ്പാറ ലോകാംബിക ടെമ്പിൾ എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നടന്നൊരു 1.5 കിലോമീറ്റർ മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഉരുണ്ട പാറ കാണാൻ പറ്റും. അപ്പോൾ ഈ പാറ എന്ന് പറയുമ്പോഴത്തേക്ക് 1200 ഫീറ്റ് അബോവ് സീ ലെവലിൽ നിൽക്കുന്ന ഒരു വലിയൊരു ഉരുണ്ട പാറയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ പാറയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പാറയുടെ മേളിൽ ഒരു അമ്പലമുണ്ട് കേട്ടോ ഗൈസ്. ഒരു കാളിയുടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയുടെ കാണാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് നെയ്യാർ ഡാമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ലൊക്കേഷനിലോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് നമുക്ക് നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഇതേപോലെ വലിയ പാറ നമ്മൾ മേളിൽ കയറിയാണ് നമ്മൾ മേളിലത്തെ ആ ഒരു കാളിപ്പാറ എത്താനായിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു അടിപൊളി ഒരു ലൊക്കേഷനാണ്. നമുക്ക് ഇത്തിരി ചെറിയൊരു ട്രെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ ഒരു കാളിപ്പാറ കേട്ടോ ഗൈസ്. അതായത് ഈ മലയുടെ മേളിലാണ് കേട്ടോ ടെമ്പിള്. ഇവിടെ കൂടെ ഇങ്ങനെ കയറി അങ്ങ് പോകണം. വാവ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതായത് നേരത്തെ നമ്മൾ കണ്ട അപ്പുറത്തെ സൈഡ് വ്യൂ ആണ്. ഇതിപ്പോൾ ഇപ്പുറത്തെ സൈഡ്. എനിക്ക് തോന്നുന്നു ഇവിടെ മേളിൽ കയറുമ്പോൾ നമുക്ക് 360 ഡിഗ്രി വ്യൂ കിട്ടും. ഗൈസ്, ഇതാണ് അമ്പലം. ഈ കാണുന്നതാണ് അമ്പലം. അവിടെ മുകളിൽ കയറാടാ, അവിടെ ഇരിക്കാം. ഗൈസ്, ഇതിൻ്റെ മേളിൽ നിന്ന് ഫുള്ളൊരു 360 വ്യൂ കിട്ടും നമുക്ക്. കണ്ടോ? എങ്ങനെയുണ്ട് ഗൈസ് വ്യൂ? ഇതാണ് കാളിപ്പാറ. കാളിപ്പാറയുടെ മേളിൽ നിന്നുള്ള ആ ഒരു, ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അടിപൊളി വ്യൂ അല്ലേ? വെർത്താണ് കേട്ടോ ഈ ഹൈക്ക് എന്ന് പറഞ്ഞാൽ. ഇച്ചിരി ദൂരം കയറാറുണ്ട്, എന്നാലും അങ്ങനെ ഹാർഡ് ട്രക്കൊന്നുമല്ല. നമുക്ക് അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്ന ട്രക്കിങ്ങേ ഉള്ളൂ. പക്ഷെ നല്ല പാറയാണ്. ഇതുപോലെ പാറ കയറണം. അത് നെയ്യാർ ഡാമിൻ്റെ വ്യൂ. നെയ്യാർ ഡാം മൊത്തം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നെയ്യാർ ഡാമിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ എത്താൻ.
അപ്പോൾ ഗൈസ് ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു മൂടി കിടക്കുന്നതുകൊണ്ട് ആ ക്ലിയർ സൺസെറ്റ് വ്യൂ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ കടൽ കാണാൻ പറ്റും കേട്ടോ ഗൈസ്. നമുക്ക് അങ്ങ് ദൂരെ ഒരു കടൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ ഒന്നല്ലെങ്കിൽ വെളുപ്പിന് വരിക, അല്ലെങ്കിൽ ഇതേപോലെ ഈവനിങ് ടൈമിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളായിട്ട് വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.